മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം, യേശുവിനെ പൂർണ്ണമായിട്ട് നിഷേധിക്കുക എന്നുള്ളതല്ല. ഈ 1-ാം നൂറ്റാണ്ട് മുതൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിച്ച ആളുകളുണ്ട്, യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ നിഷേധിച്ച ആളുകളുണ്ട്. ഒരു കൂട്ടര് യേശുക്രിസ്തു പൂർണ്ണ ദൈവമാണ്, മനുഷ്യത്വം ഇല്ല എന്ന് പറഞ്ഞു. ഒരു കൂട്ടര് യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനാണ്, ദൈവത്വമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ചിന്തകളും ചിന്താപീഠങ്ങളും ഒക്കെ 1-ാം നൂറ്റാണ്ട് മുതലേ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ശക്തമായ എതിർപ്പ് ഉളവാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. യോഹന്നാന്റെ ലേഖനമൊക്കെ സുവിശേഷമൊക്കെ അതിനെതിരായിട്ടാണ്, യേശുവിന്റെ ദൈവത്വത്തെ ശക്തമായിട്ട് വിശദീകരിച്ചുകൊണ്ടാണ് യോഹന്നാൻ തന്റെ സുവിശേഷവും ലേഖനവും ഒക്കെ എഴുതിയത്. അത് എഴുതുന്നതിന്റെ പ്രചോദനം എന്ന് പറയുന്നതും അതിനെതിരെ, അങ്ങനെയുള്ള ദുരുപദേശത്തിനെതിരെ ശക്തമായി യോഹന്നാൻ എഴുതുന്നതാണ് സുവിശേഷവും ലേഖനവും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് ഇവരുടെ ഏറ്റുപറച്ചിൽ എന്നുള്ളത്, അല്ലെങ്കിൽ യേശുവിനെ ഏത് രീതിയിലാണ് അവർ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ മാർഗം. നമുക്കറിയാം, ഇന്നത്തെ നല്ലൊരു ശതമാനം പ്രവാചകന്മാരും യേശുക്രിസ്തുവിനെ സമ്പന്നതയുടെ ദൈവമായിട്ടാണ്, അല്ലെങ്കിൽ സമ്പത്തിന്റെ ദേവത എന്ന് വേണേൽ പറയാം. ഈ ഗ്രീക്കിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, മറ്റു ഇതര മതസ്ഥരെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ, ആ മതങ്ങളിലൊക്കെ സമ്പത്തിനൊരു ദൈവമുണ്ട്, ഇല്ലേ? അത് നമുക്കറിയാം. ഹിന്ദു പുരാണത്തിലാണേലും ഹിന്ദുക്കളുടെ വിശ്വാസത്തിലാണേലും സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത് ഒരു ദൈവമാണ്, അല്ലെങ്കിൽ ഒരു ദേവതയായിരിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ പ്രാചീന കാലങ്ങളിലുള്ള എല്ലാ മതങ്ങളിലും സാമ്പത്തിക കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് സമ്പത്ത് നൽകുന്നത് അതിനായിട്ട് ചില ദൈവങ്ങൾ എല്ലാ മതവിശ്വാസങ്ങളിലും. നമ്മുടെ ഇടയില് ദൈവവചന ശുശ്രൂഷയും നമ്മളൊന്ന് ശക്തമായ ഭാഷയിൽ ഒന്ന് വിചിന്തനം ചെയ്താൽ, ഇന്ന് ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്തും ക്രിസ്തുവിനെ പരിചയപ്പെടുന്നതും ദാരിദ്ര്യം മാറി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് സംവിധാനം തരുന്ന ഒരു കർത്താവിനെയാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ പല അതിൽ പ്രസംഗകർ ഏറ്റവും കൂടുതൽ അതിനെ ആ രീതിയിൽ ഉയർത്തുന്ന പ്രവാചകന്മാര് തന്നെയാണ്. അപ്പൊ അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വേദവശം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാല്, കർത്താവ് തന്റെ കൂടെ നടന്ന ശിഷ്യന്മാരോടുള്ള ബന്ധം പഠിച്ചാലും, കർത്താവിന്റെ പഠിപ്പിക്കലുകൾ നമ്മൾ പഠിച്ചാലും, യേശുവിന്റെ ഉപദേശങ്ങളെ നമ്മൾ ശാന്തമായിട്ട് മനസ്സിലാക്കിയാലും, ഒരു ഭാഗത്തും കർത്താവ് ഒരു ബ്ലെസ്സിങ് ആയിട്ട്, ഒരു അനുഗ്രഹമായിട്ട് തന്നെ അംഗീകരിക്കുന്നത് കൊണ്ടോ, തന്നെ വിശ്വസിക്കുന്നത് കൊണ്ടോ, തനിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചത് കൊണ്ടോ ഭൗതികത വരാമെന്ന് കർത്താവ് ഒരു വാചകം പോലും ഒരിടത്തും പറയുന്നില്ല. ഞാൻ ഇത്രയും നാള് പഠിച്ച തിരുവചനത്തിനകത്ത്, ഇത്രയും നാള് വായിച്ച തിരുവചനത്തിനകത്ത് എനിക്ക് അങ്ങനെ കാണാനും മനസ്സിലാക്കാനും പഠിക്കാനും സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. വേലക്കാരുടെ കാര്യം പറയുമ്പോഴും കർത്താവ് പറഞ്ഞത്, വേലക്കാരൻ അതിന്റെ കൂലിക്ക് യോഗ്യൻ, വേല ചെയ്യുന്നെങ്കിൽ ആ ചെയ്ത വേലയുടെ കൂലിക്ക് അവൻ ആരാണ്, യോഗ്യനാണ് എന്ന് മാത്രമേ കർത്താവ് പറയുന്നു. പൗലോസും അത് തന്നെയാണ് പൗലോസിന്റെ എഴുത്തുകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട ഇപ്പം കർത്താവിനെ പിൻപറ്റുന്നവർക്ക് എന്നും കഷ്ടതയാണ് എന്നുള്ള അർത്ഥത്തിലും അല്ല തിരുവെഴുത്ത് പറയുന്നത്. കഷ്ടതയുണ്ട്, കഷ്ടതയുടെ മാർഗമാണ്. അനേക കഷ്ടങ്ങളിലൂടെയൊക്കെ നമ്മൾ മുൻപോട്ട് ജയാളികളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് മാത്രമേ നിശ്ചയതയിൽ ചെല്ലാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് ജീവിത ആരംഭം മുതൽ ജീവിത അവസാനം വരെ കഷ്ടതയാണെന്നൊന്നും അതിന്റെ അർത്ഥമല്ല. കഷ്ടത എന്ന് പറയുന്നതിന് ഒരുപാട് വേറെ തലങ്ങളും അർത്ഥങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. എന്നാൽ കർത്താവ് പറയുന്ന ഒരു കാര്യം, ശിഷ്യന്മാരും തന്റെ വാക്ക് കേട്ട് എല്ലാം വിട്ട്, അവരുടെ പടക്, അവരുടെ വരുമാന മാർഗം വിട്ടു, അവരുടെ ജോലി വിട്ട്, അവരെ എല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ പുറകെ ഇറങ്ങിത്തിരിച്ചു. കർത്താവ് അവരെ പിരിയാൻ നേരമായി എന്ന് അവർക്ക് ബോധ്യമായപ്പോൾ അവരും കർത്താവിനോട് ഒരു സംശയം ചോദിച്ചിരിച്ച ചോദ്യം, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് അവര് ചോദിച്ചു. ന്യായമായൊരു ചോദ്യമാണ്, ആ ചോദ്യത്തിന് അത് തെറ്റൊന്നുമില്ല. പക്ഷെ അവര് പ്രതീക്ഷിച്ചത് കർത്താവ് ഈ ലോകത്തിലെ ഏതെങ്കിലും കാരണം ഈ ഭൂമിയിലെ ജീവിതത്തിന് ആവശ്യം ഏതാണ്, ഭൗതികതയാണെന്ന് വേണ്ടത്. അപ്പൊ ഞങ്ങളെല്ലാം വിട്ട് ഞങ്ങളുടെ ഉപജീവന മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു വരുമാനം ഉണ്ടായിരുന്നു. ആ വരുമാനം കളഞ്ഞ് ഈ ഭൂമിയിലെ ജീവിത സന്ധാരണത്തിന് ആവശ്യമായതെല്ലാം കളഞ്ഞിട്ട കർത്താവെ, ഞങ്ങൾ നിന്റെ കൂടെ ഇറങ്ങി തിരിച്ചു, നീ ഞങ്ങളെ വിട്ട് പിരിയാൻ പോകുന്നു, ഞങ്ങൾ പിന്നെ ഇവിടെ ഒറ്റപ്പെടും. അപ്പൊ ഞങ്ങൾക്ക് ഇനി
ഉപജീവന മാർഗം എന്ത് എന്നുള്ള അർത്ഥത്തിലാണ് അത് നീ തരുവാന്നൊരു അർത്ഥത്തിൽ അവർ ചോദിച്ചു. കർത്താവ് അതിനും കൊടുത്ത മറുപടി നമുക്ക് വളരെ ശ്രദ്ധേയമാണ്, അല്ലേ? എന്ത് കിട്ടുമെന്ന് പറയുമ്പോൾ കർത്താവ് ഈ ലോകത്തിലൊന്നും കൊടുക്കാന്ന് പറഞ്ഞില്ല. അന്നേരവും കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ എല്ലാം വിട്ട് എല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ എന്നെ പിൻപറ്റിയെങ്കിൽ എന്റെ പിതാവ് രാജ്യം എന്നെ ഭരമേൽപ്പിക്കുമ്പോ നിങ്ങൾക്ക് അതിന്റെയൊക്കെ പ്രതിഫലമായിട്ട് തരാനിരിക്കുന്നത് എന്താണ്? നിങ്ങൾ 12 സിംഹാസനങ്ങൾ, 12 അപ്പോസ്തലന്മാരും 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രത്തെ നിങ്ങൾ എന്ത് ചെയ്യും? ന്യായവിസ്താരം നടത്താനുള്ള അതോറിറ്റി, അധികാരം ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് കർത്താവ് അതിന് മറുപടി കൊടുത്തു. അല്ലാതെ നിങ്ങളുടെ ദാരിദ്ര്യം എന്നേക്കുമായിട്ട് മാറി നിങ്ങള് സമ്പന്നതയുടെ ഒരു നിലവാരത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ഞാൻ മാറ്റിയെടുക്കുമെന്ന് കർത്താവ് പറഞ്ഞത്. അത് പറയാൻ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, അത് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ കർത്താവിന്റെ മാർഗം അതല്ല. അതുകൊണ്ടാണ് കർത്താവ് അത് പറയാതിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എവിടെയും എന്താണ്? സമ്പത്തിന്റെ അല്ലെങ്കിൽ പ്രോസ്പെരിറ്റിയുടെ വാഗ്ദാനങ്ങളാണ്. ഒരു വചനം പ്രസംഗിക്കാൻ എടുത്താലും എന്താണ്? കുറെ ഭൗതിക അനുഗ്രഹങ്ങൾ അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അത് മാത്രം ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു രീതിയാണ് ഇന്നത്തെ ഏറ്റവും അധികം പ്രവാചകന്മാരുടെയും പ്രസംഗം. വാലല്ല തലയാക്കുക. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നവരാണ്, നമ്മൾ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുമാണ്. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അവരുടെ പ്രസ്താവന അല്ലെങ്കിൽ ക്രിസ്തുവിനെ അവർ ഏത് നിലയിലാണ് അവര് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഒരുവൻ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാനിരിക്കും. ഈ പ്രോസ്പെരിറ്റി തന്നെയാ പറയുന്നതെങ്കിൽ അവര് ഒറിജിനൽ അല്ല. കാരണം അവർക്ക് അവരുടെ ലക്ഷ്യം എന്താണ്? പണം നേടുക, പണം സമ്പാദിക്കുക, പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. കർത്താവിന്റെ വേല ഒരിക്കലും പണം ഉണ്ടാക്കാനുള്ളൊരു മാർഗമൊന്നുമല്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ആളുകള് ഏറ്റവും കൂടുതൽ വേഗത്തിൽ പണം ഉണ്ടാക്കാനുള്ള മാർഗം എന്താണ്? സ്മഗ്ലിംഗ് ഒക്കെ ആയിരുന്നു, അല്ലെ? കള്ളക്കടത്ത് നടത്തുക. ഇതാണ് പഴയ കാലങ്ങളില് പണം ഉണ്ടാക്കാനുള്ള മാർഗം. ബിസിനസ് അതൊരു ബിസിനസിന്റെ ഭാഗമാണെങ്കിൽ പോലും എന്താണ്? ഇല്ലീഗലാണ്. ഒരുപാട് ആളുകൾ അങ്ങനെയുള്ള കള്ളക്കടത്തുകളിലൂടെ പണം ഉണ്ടാക്കിയ ആളുകൾ, സംസ്ഥാനങ്ങളുടെ ബോർഡറുകൾ കടത്തി പണം ഉണ്ടാക്കി അല്ലെങ്കിൽ അങ്ങനെ ഇല്ലീഗൽ ബിസിനസ് ചെയ്ത ആളുകളും, അങ്ങനെ പല വിധത്തിൽ പല നിലയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കള്ളക്കടത്തുകളിലൂടെ കാശ് നേടാൻ പറ്റുമായിരുന്നു. സുവിശേഷ വേല എന്ന് പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ നടത്തി കള്ളത്തരങ്ങൾ കാണിച്ച് ഇല്ലീഗലായ നിലവാരത്തിൽ സുവിശേഷ വേല ചെയ്ത് പണം നേടാനുള്ള, പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമല്ല സുവിശേഷീകരണവും ദൈവസഭയും എന്ന് പറയുന്നത്. ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്നവൻ ആ സഭ കൊണ്ട് ഉപജീവനം കഴിക്കപ്പെടണം. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. അതിനകത്ത് ദൈവവചനം അങ്ങനെ തന്നെയാണ് ഓർപ്പിക്കുന്നത്. പക്ഷേ ശുശ്രൂഷ കൊണ്ട് ഇവിടെ കോടിപതിയായി മാറാമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അത് വേദപുസ്തക ഉപദേശത്തിന് വിരുദ്ധമാണ്. അത് കർത്താവ് പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളും തിരുവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾക്കും വിരുദ്ധമായിട്ട് മാറും. അത് പലപ്പോഴും കിട്ടാതെ വരുമ്പോഴാണ് നമ്മളിപ്പോൾ കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ എന്ത് ചെയ്തത് നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, അപ്പൊ ഒന്നാമത് കള്ളപ്രവാചകൻ തിരിച്ചറിയാൻ യോഹന്നാൻ മാർഗം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അവരുടെ ഏറ്റുപറച്ചിൽ, യേശുവിനെ ആരായിട്ടാണ് അവര് പ്രസന്റ് ചെയ്യുന്നത്. നമുക്ക് ഒരു കാലത്ത് യേശുക്രിസ്തു പാപ വിമോചകനെന്നോ പാപപരിഹാരകനെന്നോ ഒക്കെ മാത്രമായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെ? കർത്താവ് ഏത് മനുഷ്യന്റെയും പാപങ്ങൾക്ക് പരിഹാരകനായ ക്രിസ്തു, അല്ലെങ്കിൽ മടങ്ങി വരുന്ന ക്രിസ്തു, അല്ലെങ്കിൽ രാജാവായ ക്രിസ്തു, ഇന്ന് സമ്പന്നത അല്ലെങ്കിൽ സമ്പത്ത് നൽകുന്ന ക്രിസ്തു. ഈ രീതിയിലേക്ക് മാറി എന്താ ഈ കാലഘട്ടത്തിന്റെ യേശുവിനെ അവതരിപ്പിക്കുന്ന അവതരണ രീതി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ വിശദീകരണം കുറയ്ക്കാം. അപ്പം അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ലോകവുമായിട്ടുള്ള അവരുടെ ബന്ധം. 1 യോഹന്നാൻ 4:5 വാക്യം നമ്മൾ അത് വായിച്ചു. എന്താണ്? അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായത് സംസാരിക്കുന്നു. ആര്? കള്ളപ്രവാചകന്മാരെ കുറിച്ച് പറയുന്ന യോഹന്നാൻ. 1 യോഹന്നാൻ 4:5 വാക്യം. അവരാരാണ്? ലൗകികന്മാർ. ശിഷ്യന്മാരോട് യേശു പറഞ്ഞില്ലേ, യോഹന്നാന്റെ സുവിശേഷമാണെങ്കിലും ഇതര സുവിശേഷങ്ങൾ നമ്മൾ വായിക്കും, നിങ്ങൾ ലൗകികന്മാരല്ലാത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. നിങ്ങൾ ആരല്ല? ലൗകികന്മാരല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്.
നിങ്ങൾ ഈ ലോകത്തിലാണ് ശുശ്രൂഷിക്കുന്നത്, നിങ്ങൾ ഈ ലോകത്തിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ എങ്കിലും നിങ്ങൾ ആരല്ല, ലോകത്തിൽ നിങ്ങൾ ഉള്ളവരാണെങ്കിലും നിങ്ങൾ ആരല്ല, ലൗകികന്മാരല്ല. എന്നാ ഈ ലൗകികത എന്ന് പറയും, രണ്ട് പദമാണത്. ഒന്ന് ലൗകികത, മറ്റൊരു പദമുണ്ട് ആത്മീകത. ഇത് രണ്ടും എതിർദിശയിൽ വരുന്ന വാക്കുകളാണ്. ലൗകികതയും ആത്മീകതയും. അവർ ലൗകികന്മാരാണ്, അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ലൗകികമായത് സംസാരിക്കുന്നു. അപ്പൊ എന്താ ലൗകികമായത്? എന്താ? ഈ ലോകത്തിലെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളാണ് ലൗകികമായ കാര്യങ്ങൾ. ഈ ലോകത്തിലെ ജീവിതത്തിന് ഏറ്റവും ആവശ്യം എന്താണ്? പണമാണ്, അല്ലേ? പിന്നെ അധികാരം വേണം, പലർക്കും കസേരകളൊക്കെ വേണം, സ്ഥാനങ്ങളും മാന്യതകളും ഉയർച്ചകളൊക്കെ ഒരുപാട് ആളുകൾക്ക് ഈ ലോകത്തിൽ നിന്ന് അത്യന്താപേക്ഷിതം. അതുകൊണ്ട് അവരവരുടെ കാഴ്ചപ്പാടനുസരിച്ച സുവിശേഷ വേലയുടെ തുടക്കം മുതൽ അവരവരുടെ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവര് ലക്ഷ്യം വെക്കുക. ചില ആളുകളുണ്ടല്ലോ, ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ട് ഇറങ്ങിയാൽ ഉടനെ ഏതെങ്കിലും ഒരു സഭാ രാഷ്ട്രീയക്കാരനെ കൂട്ടുപിടിച്ച് അദ്ദേഹത്തിന്റെ കൂടാണ്. പിന്നെ തനി രാഷ്ട്രീയക്കാരെ പോലെ കതറും ധരിച്ച്, അല്ലെ, തനി രാഷ്ട്രീയക്കാരെ പോലെ തന്നെയാണ് അവരുടെ ജീവിതം. അവർ കർത്താവിനെ പ്രസംഗിക്കും, സഭയെ നടത്തും, അവർക്ക് ഇതൊരു ഉപജീവന മാർഗം. പക്ഷെ അവരുടെ ലക്ഷ്യം എന്താണ്? അധികാര കസേരകളിലേക്ക് എത്തുക. ഇനിയും PIP-യിലൂടെ ആണല്ലോ എല്ലാത്തിനും തുടക്കം. അല്ലെങ്കിൽ ചിലർക്ക് സൺഡേ സ്കൂളിനകത്തൂടെ തുടക്കം, അല്ലെ? സൺഡേ സ്കൂളിനകത്തൂടെ കയറി PIP-ക്കകത്തൂടെ കയറിയിട്ട് പിന്നെ കൗൺസിലിലേക്ക് എത്തുക. കൗൺസിലിൽ ചെന്നേച്ച് പിന്നെ ഒടുവിൽ ആരാ, സെക്രട്ടറിയോ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ഒക്കെ ആയി എന്ത് ചെയ്യുക, മറ്റുള്ളവരെ എന്ത് ചെയ്യണം, ഇവർക്ക് അധികാരം നടത്തി സന്തോഷിക്കണം. അതിന് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ ഇവിടെ ഉണ്ട്, കർത്തൃവേലക്കാരുടെ ഇടയിലുണ്ട്. അത് അവര് പഠിച്ച് ഇറങ്ങുമ്പോൾ മുതൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം, ഒരു സത്യമാണ്. ചില ആളുകൾക്ക് എന്താണ്, ഇവിടെ പണം നേടണം, ആ ഏക ലക്ഷ്യമാണ് അവർക്ക്. ആ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാർഗം ഏതാ, ശുശ്രൂഷയില്ലെന്ന് നമ്മൾ എന്ത് അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തിട്ട് പണം ഉണ്ടാക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം സുവിശേഷീകരണത്തിൽ ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അവിടേക്ക് തിരിയും. ചിലര് പ്രവചനം തിരഞ്ഞെടുക്കും, ചിലര് ഈ എന്താണ് ബൈബിൾ കോളേജുകൾ നടത്താനായിട്ട് തിരഞ്ഞെടുക്കും, ചിലര് ഓൾഡ് ഏജ് ഹോമുകൾ. ഇതൊക്കെ എന്താ, കാശുണ്ടാക്കാനായിട്ടുള്ള മാർഗങ്ങളാ. അല്ലാതെ ഇതൊക്കെ കുറെ പാവം പിടിച്ച പ്രായമുള്ളവരെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യമൊന്നുമല്ല. അതിനകത്തൂടെ എന്താണ്, അവരെ സംരക്ഷിക്കുന്നതിനോടൊപ്പം അതിന്റെ മറവിൽ കുറെ പണം എന്ത് ചെയ്യാം, നേടിയെടുക്കാനായിട്ട്. ചില ആളുകൾ എന്താണ്, സുവിശേഷീകരണമാണ് അവര് ലക്ഷ്യം വെക്കുന്നത്. കാരണം ഇല്ലാത്ത പ്രവർത്തനങ്ങളും ഇല്ലാത്ത സഭകളുടെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, പണം ഉണ്ടാക്കാനായിട്ട് പരിശ്രമിക്കുന്നു. അപ്പോൾ യോഹന്നാൻ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്, അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായത് സംസാരിക്കണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയുടെ പ്രസംഗം കേട്ടാൽ അറിയാം ഈ വ്യക്തി യഥാർത്ഥമായിട്ട് കർത്താവിനെ സേവിക്കുന്നവനാണോ, അതോ ഇത് ജീവിത മാർഗമായി കണ്ട് പണസമ്പാദനത്തിന് വേണ്ടിയാണോ എന്നുള്ളത്. ഒരാളെ ഒരു അരമണിക്കൂർ നമ്മൾ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ശ്രദ്ധിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ 1-ാം നൂറ്റാണ്ടിലെ സഭകളൊക്കെ ഈ കള്ളപ്രവാചകന്മാരെയും കള്ള അപ്പോസ്തലന്മാരെയൊക്കെ പരീക്ഷിച്ചറിഞ്ഞ് ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ടൊന്നുമല്ല. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അവരെ ശ്രദ്ധിച്ച് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി ഈ വ്യക്തി യഥാർത്ഥ അപ്പോസ്തലനാണോ അതോ കള്ള അപ്പോസ്തലനാണോ എന്ന് അവരെന്ത് ചെയ്തു, സ്വയം തിരിച്ചറിഞ്ഞു. എന്നിട്ട് അവരെ എന്ത് ചെയ്തു, അവരുടെ സഭയിൽ നിന്ന് അകറ്റി നിർത്തി. ഇതൊന്നും ചെയ്യാവുന്നതാ, പക്ഷെ ഇന്ന് ആരും ഇതെന്ത് ചെയ്യത്തില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാല്, സഭകൾക്കകത്തെല്ലാം ഈ കണ്ടമാനം എന്ത് ചെയ്യുന്നു, വിതയ്ക്കപ്പെടുന്നു. ദൈവമക്കൾ ഈ കളയ്ക്ക് അകത്തായി പോകുന്നു. അതുകൊണ്ട് സംഭവിക്കുന്നത് നല്ല വിത്തുകൾക്ക് ദോഷവും കേടും എന്ത് ചെയ്യുക, സംഭവിക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ ചിന്തയിലേക്ക് ഞാൻ വേഗത്തിൽ വരാം. ഒന്ന് യോഹന്നാൻ 4:6 വാക്യം ശ്രദ്ധിച്ചു നോക്കിയാൽ 4:6, അവർ ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമുക്ക് ഇതിനാൽ അറിയാം എന്നാണ് യോഹന്നാൻ പറയുന്നത്. ആ വാക്യം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയോ, 5 ചേർത്ത് വായിച്ചാൽ ക്ലിയർ ആണ്. അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായി സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ലോകം അവരുടെ വാക്ക് എന്ത് ചെയ്യുന്നു, കേൾക്കും. ഒരിക്കലും ദൈവമക്കളെ ലോകമെന്ന് വിശേഷിപ്പിച്ചിട്ടില്ല.
ഉണ്ടോ? അല്ല, ലോകത്തിൽ നിന്ന് നമ്മെ എടുത്തിരിക്കുക കർത്താവ്. നമ്മൾ ലോകക്കാരല്ല. അപ്പൊ ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഇന്ന് ഇത് യോഹന്നാൻ ഈ പറയുന്ന കാര്യം സഭയ്ക്കകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, പുറത്തെ കാര്യമല്ല. കാരണം നമുക്കറിയാമല്ലോ, പ്രവാചകന്മാരുടെ ശുശ്രൂഷ സഭയ്ക്ക് പുറത്തല്ല, സഭയ്ക്കകത്താണ്. പ്രവാചകന്മാർ എപ്പോഴും ശുശ്രൂഷിക്കുന്നത് എവിടെയാ? തെരുവിൽ നിന്നുകൊണ്ടാണോ? അല്ല. അവര് വീട് വീടാന്തരം കയറി ഇറങ്ങിയാണ്. അല്ല, ഉപവാസ പ്രാർത്ഥനകൾക്കകത്ത് അവരുടെ ശുശ്രൂഷ മുഴുവൻ, ഇല്ലേ? നമ്മളെ 3 ഇരുന്നാലും 7 ഇരുന്നാലും 21 ഇരുന്നാലും 40 ഇരുന്നാലും, ഇനി അല്ല ഒരു ദിവസം ഇരുന്നാലും. ഇതിപ്പോ നമുക്കറിയാം, പലയിടങ്ങളിൽ ഒരു കോട്ടേജ് മീറ്റിംഗ് ഒരു വീട്ടുകാർ വെക്കുകയാണെങ്കിൽ പോലും സ്പെഷ്യലായിട്ട് ആരെങ്കിലും പ്രവാചകന്മാരെ ക്ഷണിച്ചാണ് ഒരു കോട്ടേജ് മീറ്റിംഗ് പോലും പലപ്പോഴും നടക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം യോഹന്നാൻ പറയുന്ന വാക്കിന്റെ ആ പദത്തിന്റെ ഒക്കെ ആശയം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അവർ ലൗകികന്മാരാകയാൽ ലൗകികമായിട്ട് സംസാരിക്കുന്നു. ലോകം അത് കേൾക്കുന്നു എന്ന് പറയുമ്പോഴോ, ദൈവ സഭയ്ക്കകത്തുള്ള ലോകക്കാരുണ്ട്. അവരെന്ത് ചെയ്യും? ഇവരുടെ വാക്ക് കേൾക്കും, അവരുടെ വാക്ക് അംഗീകരിക്കും, അവരുടെ വാക്കിന് ആമീൻ പറയും, അവരുടെ വാക്കിന് ഇരുന്ന് ഉറഞ്ഞു തുള്ളി ആരാധിക്കും. നമ്മൾ കാണാറില്ലേ, എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം പറഞ്ഞാൽ മുകളിൽ പോകുന്ന കാര്യം പറയുമ്പോൾ ആർക്കും ആരാധന വെളിപ്പെടുകയില്ല. ദുരുപദേശം പറഞ്ഞു പോയിക്കുക ശക്തമായ ആരാധന നമ്മുടെ ഇടയിൽ